കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് മെത്തഡോളജി ഓഫ് ലോക്കൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്നുള്ളത്. അതിൽ വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, ഐഡിയ ഓഫ് ഹിസ്റ്ററി. ചരിത്രം എന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, സംഭവങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ചരിത്രം നമ്മെ സഹായിക്കുന്നു. കാലാന്തരത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് ചരിത്രം. ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ബൈ മാർക്ക് ബ്ലോക്ക്. മാർക്ക് ബ്ലോക്കിൻ്റെ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ചരിത്ര ഗവേഷണത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കൃതിയാണ്. ഒരു ചരിത്രകാരൻ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം, തെളിവുകൾ ശേഖരിക്കണം, അവയെ വിമർശനാത്മകമായി വിലയിരുത്തണം, ഭൂതകാലത്തെ പുനർനിർമ്മിക്കണം എന്നതിനെക്കുറിച്ച് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. ചരിത്രപരമായ വിശകലനത്തിൻ്റെ പ്രാധാന്യം ഇത് എടുത്തു പറയുന്നുണ്ട്. ഗവേഷണ പ്രശ്നം അഥവാ റിസർച്ച് പ്രോബ്ലം. ഒരു ഗവേഷണ പഠനത്തിൽ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ചോദ്യം അല്ലെങ്കിൽ പ്രശ്നമാണ് ഗവേഷണ പ്രശ്നം. ഇത് വ്യക്തവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പഠനം എന്തിനെക്കുറിച്ചാണെന്ന് നിർവചിക്കുന്നതുമായിരിക്കണം. നല്ലൊരു ഗവേഷണ പ്രശ്നം ഗവേഷണത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നു. പ്രാദേശിക ചരിത്രം അഥവാ ലോക്കൽ ഹിസ്റ്ററി. ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ചരിത്രമാണ് പ്രാദേശിക ചരിത്രം. ഇതൊരു ഗ്രാമം, നഗരം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ മേഖല എന്നിവയുടെ കഥയാകാം. പ്രാദേശിക ചരിത്രത്തിൽ അവിടുത്തെ ആളുകൾ, അവരുടെ സംസ്കാരം, പ്രധാന സംഭവങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രാദേശിക ബോധം അഥവാ ലോക്കൽ കോൺഷ്യസ്നസ്. ഒരു പ്രത്യേക പ്രദേശത്തെ ആളുകൾക്ക് തങ്ങളുടെ പ്രദേശത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമുള്ള ഒരു ബോധമാണ് പ്രാദേശിക ബോധം. ഇത് അവരുടെ സാമൂഹിക ബന്ധങ്ങൾ, പാരമ്പര്യം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നിവയിൽ നിന്ന് രൂപം കൊള്ളുന്നു. ഒരുമയുടെയും സ്വത്വബോധത്തിൻ്റെയും ഒരു പ്രധാന ഘടകമാണിത്. മിത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിലോ സമൂഹത്തിലോ പ്രചാരത്തിലുള്ള പരമ്പരാഗതമായ കഥകളെയാണ് മിത്തുകൾ എന്ന് പറയുന്നത്. ഇവ പലപ്പോഴും ദൈവങ്ങളെക്കുറിച്ചോ വീരന്മാരെക്കുറിച്ചോ ലോകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ ഉള്ള വിവരണങ്ങളായിരിക്കാം. മിത്തുകൾ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളല്ലെങ്കിലും അവ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും വെളിവാക്കി തരുന്നുണ്ട്. വാമൊഴി പാരമ്പര്യങ്ങൾ അഥവാ ഓറൽ ട്രഡീഷൻസ്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വാമൊഴിയായി കൈമാറി വരുന്ന കഥകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, ആചാരങ്ങൾ എന്നിവയാണ് വാമൊഴി പാരമ്പര്യങ്ങൾ. എഴുത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള സമൂഹങ്ങളിൽ ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കുന്നതിനും കൈമാറുന്നതിനും ഇത് പ്രധാന പങ്ക് വഹിച്ചു. വാമൊഴി ചരിത്രം അഥവാ ഓറൽ ഹിസ്റ്ററി. ഭൂതകാലത്തെക്കുറിച്ച് നേരിട്ട അനുഭവമുള്ള വ്യക്തികളുമായി നടത്തുന്ന അഭിമുഖങ്ങളിലൂടെ ചരിത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് വാമൊഴി ചരിത്രം. ഇത് ഔദ്യോഗിക രേഖകളിൽ ലഭ്യമല്ലാത്ത വ്യക്തിഗത അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സിഗ്നിഫിക്കൻസ് ഓഫ് ഓറൽ ഹിസ്റ്ററി. വാമൊഴി ചരിത്രം ചരിത്രത്തിൻ്റെ പഠനത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നു. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ശബ്ദങ്ങൾ കേൾക്കാനും ഔദ്യോഗിക രേഖകളിൽ നിന്ന് വിട്ടുപോയ വിവരണങ്ങൾ നേടാനും ഇത് സഹായിക്കുന്നു. സാമൂഹിക